ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഇവളുടെ അമ്മേൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പറമ്പും പുഴയും തോടും ഇതെല്ലാം കാണാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ എങ്ങോട്ടേക്ക് പോകുന്നത് പറ. നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ചെറിയ അമ്പലം വരെയുണ്ട്. ഇപ്പം അടിച്ചിട്ടിരിക്കുകയാണെന്ന് അറിയില്ല. ഞങ്ങൾ വിളക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് അവിടേക്ക് പോകാം. ഓക്കെ, ദേവുമായിരിക്കും ഇന്ന് ഇന്ന് നമ്മുടെ ഗൈഡ് ദേവുവാണ്. ഇതാണ് ദേവ് പറഞ്ഞ അമ്പലം. അവരുടെ അമ്പലമാണ്, അവരുടെ സ്വന്തം. ഇവിടെ എവിടെ പുഴയുണ്ടെന്നല്ലേ? ഇച്ചിരി ദൂരം പോകണല്ലേ? ഇതൊക്കെ നിങ്ങളുടെ സ്ഥലം വേറെ അല്ലേ? ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയൊരു കാവ് വരെയാണ് ഇവിടെ. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ടേക്കൊക്കെ അവിടെ എന്തോ ഉണ്ടല്ലോ. ഇപ്പം ആരും ഇങ്ങോട്ടേക്ക് വരാറില്ല. അവിടെ ഉണ്ട് റെഡ്. അവിടെ റെഡ് സാധനം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അവിടെ ഒരു റെഡ് സാധനം ഉണ്ട് അവിടെ ആയിട്ട്. അതെന്താ റെഡ് സാധനം? ആ റെഡ് എന്താ? ദാറ്റ് ഈസ് ഓൾസോ അമ്പലം എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഇപ്പം ആരും വരാറില്ല. ഇതൊക്കെ പൂട്ടി കിടക്കുക. അവിടെ വിളക്ക് വെച്ചാൽ വിളക്ക് വെച്ചു, അങ്ങനെ ആരും വരാറില്ല. ഇവിടെ ഉത്സവമൊക്കെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞതേ ഉള്ളൂ, ഫെബ്രുവരി മാസത്തിൽ. എൻ്റെ വീട് എവിടെയെന്ന് പറഞ്ഞു കൊടുക്കുക. ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞത് ഓമശ്ശേരിയിലാണ്, കോഴിക്കോട് ജില്ലയിൽ. പല ഒച്ചകളും നമ്മൾ കേൾക്കും. ഇത് നമ്മുടെ സ്ഥലമാണ്. ഇവിടെ നല്ല മാങ്ങയൊക്കെ ഉണ്ട്. കൂടെയോ? ഞാനും ഇറങ്ങട്ടെ. കൈ പിടിച്ചോള് വേണമെങ്കിൽ. ഇത് പിടിച്ചോ. ഓണാണോ? അയ്യോ, ഇതാണ് ഇവിടുത്തെ തോട്ടമാണിത്. നല്ല മാങ്ങയൊക്കെ ഉണ്ട്. നമ്മൾ ഉടനെ തന്നെ ഇതെല്ലാം പറിക്കുന്നതാണ്. ഇനി ഇവിടെ എന്താ, പയറുണ്ട്. കൃഷിയാണ് ഇവിടെ ഫുള്ള്. ഇത് ഫുള്ള് കൃഷിയിടമാണ്. പിന്നെ വലിയ കരിയാപ്പില മരമാണിത്. ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഇതിന്റെ പേരെന്തോ? റംബൂട്ടാൻ. കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. മൾബറി പഴുത്തം എനിക്കറിയില്ല. ഇതാണ് മൾബറിൻ്റെ മരം. ഇതുവരെ ആരും കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ് മൾബറി ട്രീ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൽ പഴുക്കണയാണ് കാണാം. ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. പഴുത്തതാ? തിന്നോ, കഴിച്ചു നോക്കാം. ഇതിനെക്കാട്ടിലും ബ്ലാക്ക് കളറാവും. പുളിയാ? പുളിയുണ്ട്. ചിലതിൽ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ അല്ല രസമുണ്ട്. നമുക്ക് ഇച്ചിരി അഡ്വഞ്ചർ ആയാലോ? യെസ്, കം ഓൺ. നമുക്ക് ഇവിടേക്ക് വരാൻ രണ്ട് വഴിയുണ്ട്. ഒന്ന് അത് കൂടെ ചാടും, കൂടെ കൂടുതൽ. ഓ, ഇത് മറ്റെന്തോ സപ്പോട്ടയോ? ഇതെന്താ? എനിക്കറിയില്ല കേട്ടോ. സപ്പോർട്ട നല്ലത്. ഇത് സപ്പോർട്ടല്ല, ഇത് ജാതിക്ക. ആരും ഒന്നും വിചാരിക്കരുത്, ഞങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നിറഞ്ഞു കിടക്കുന്ന ജാതിക്ക. ഇപ്പോൾ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടാട്ടോ പോട്ടെ. കണ്ട് ഈ പൂക്കളൊക്കെ നോക്ക്. എൻ്റെ അവിടെ ഇതേപോലെ ഒരു ഗ്രാമം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കും എന്താ പറയുക, ഇതാണ് നമ്മുടെ അടക്ക.
നല്ല സ്മൂത്ത് അതുകൂടി നമുക്ക് കാണാം. ഇനി ഇവിടെ ഒരു പട്ടിയുണ്ട്. വളർത്തുന്ന നോർമൽ ബ്രീഡാണ്. ഓക്കെ, ഇപ്പൊ വരികയെന്നുള്ള അറിയില്ല. വൈകുന്നേരം അങ്ങനെ കൊട്ടുമ്പോ അയലത്തെ വീട്ടിലാണോ? ഞങ്ങളുടെ അയലത്തെ വീട്ടിലെ പട്ടീനെ വിളിച്ചോണ്ട് വരുന്ന കുട്ടി. അല്ല, അതിനെന്നെ നല്ല ഇഷ്ടമാണ്. എന്താണ് അതെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പച്ചക്കറി തോട്ടങ്ങളാണ്. ക്യാബേജിനൊക്കെ ഇത്? വെണ്ടയ്ക്ക, തക്കാളി. തക്കാളി അല്ലേ? ഏത് ഈ ചെടി? ഓ, ഇങ്ങനെ കൈ കൊട്ടിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്കാണ് ഭക്ഷണം കഴിക്കുമായിരിക്കല്ലേ? അതിൽ കൂടെ പോകാൻ പറ്റൂല. ഇതിൽ കൂടെ പോവാം. ഹായ്. ഇവിടെ നേരത്തെ ഒലക്കുണ്ട്. ഒലക്ക കാണാത്തവർക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഒലക്ക. ഇവിടം തൊട്ട് അവിടം വരെ നീളമുള്ളതാണ് ഒലക്ക. ഗൈസ്, നമുക്ക് ഇവിടുന്നൊക്കെ നല്ല ഹൈ ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റും. കാരണം നല്ല സ്പോട്ടുകൾ അത് കണ്ടില്ലേ? ഞങ്ങൾ കസിൻസ് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ കളിക്കാം. ഞാനിനി വരാം. ഇനി എന്താ, കുറെ ആൾക്കാരുണ്ടാവും കളിക്കാൻ. നല്ല രസമുള്ള സ്ഥലം. ലോക്കൽ കോളിനാണ് കണ്ടില്ലേ? ഇവിടുന്ന് ചാടി. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതൊക്കെ പണ്ടത്തെ ചെയ്യണം. പണ്ടത്തെ ചെയറാണ് ഇതൊക്കെ. ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ അമ്മച്ചൻ്റെ. ഇതെന്താണ്? ഇത്ര വലുതോ? ഇതെന്താണ്? ലോക്കൽ കോൺ. പണ്ട് കാലത്ത് ഫോണൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു സ്റ്റേഷനിലായിട്ടല്ലേ ഫോണൊക്കെ വയ്ക്കാറ്. അപ്പോൾ അതുമാതിരി ഈ വീട്ടിൽ അങ്ങനത്തെ ഒരു അല്ല, ഈ വീട്ടിലല്ല, ഈ ഏരിയയിൽ അങ്ങനത്തെ ഇത് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അമ്മച്ചൻ കണ്ടപ്പെടുത്തി. ഇതല്ലേ സ്ഥലം? ഇതല്ല സ്ഥലം. അത് നിങ്ങൾ ഏത് വഴി കൂടിയാണ് വന്ന? ഒരു കടേൻ്റെ കൂടെ. അത് കൂടെയാ? നേരെയുള്ള വഴി കൂടെ. ഇത് കൂടെ നമുക്ക് റോഡ്. നമ്മുടെ വീട് തന്നെയാ? അതെ, ആ സ്ഥലം. ഇത് കൂടെ നമുക്ക് കുറച്ച് നടന്ന്, കുറച്ചൊന്നുമില്ല, ഇതൊരു വീടാണ്. അത് കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പുഴയിലൊക്കെ കിറ്റൻസ് നമുക്ക് കുറെ ഇവിടെ പൂച്ചക്കുട്ടിയുണ്ട്. കാണിച്ചു തരാം. ഇവിടെ വീട്ടിലേക്ക് വന്ന മെയിൻ പരിപാടി പൂച്ചേനെ. പൂച്ചനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോയ്ക്ക് അധികം ക്വാളിറ്റി ഉണ്ടാവില്ല. ഓടിപ്പോകുന്ന കാഴ്ച എങ്ങനെയായാലും ഞാൻ കാണിച്ചു തരാം. നല്ല ക്യൂട്ട്. അങ്ങോട്ടേക്ക് ഓടി. ഞങ്ങൾ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. നീ അപ്പുറത്തോട്ട് പോയാ ഇപ്പുറം നിൽക്കാം. നീ പോയത് കാണാനില്ല. ദേവു, വേറൊരാളിവിടെ ഉണ്ട്. അവൻ്റെ അമ്മ. എവിടെ തളപ്പിച്ചേണ്? ഇതാണ് എൻ്റെ അമ്മ. നല്ല ഉണ്ടക്കണ്ണി അമ്മ. എൻ്റെ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയില്ല. കുട്ടികൾ ഓടിപ്പോയി. പക്ഷെ അത് രസമല്ലേ നിങ്ങളെ കാണാൻ? പൂച്ചനെ ഇതിപ്പോ ഏതോ ഒരാളുടെ വീട്ടിലാണ് ഞങ്ങൾ എത്തിയേക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി പോവാ, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ ഞങ്ങൾ ഇട്ട് ഓടിക്കും. ഓക്കെ, ഇവിടെ എന്താ ഇപ്പോൾ ഫുള്ള് ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ്. തേങ്ങ വീഴുന്നത് നോക്കണം. ഇനി എന്താ വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ എന്നെ നേർവഴി കൂടെ അല്ലാതെയാണ് ഈ കൊണ്ടുപോകുന്നത്. ഇതാ ഇവിടെ എന്താ? മൾബറി. അടുത്ത മൾബറി. ഇത് പഴുത്തിട്ടില്ല, പറിക്കണ്ട. ഇവിടെയും വാഴ അങ്ങനെ കുറേ സാധനങ്ങളാണ്. മറ്റേ സാധനം ഉണ്ടല്ലോ, ആ കല്ല് വെച്ചിട്ടുണ്ടാക്കിയൊരു സാധനം, അതിവിടെ. അമ്മിക്കല്ലല്ലോ.
ഇതാണ് ഗൈസ് അമ്മിക്കല്ല്. ഈ കാണുന്നത് പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ആ സാധനം ഇരിക്കുന്ന സാധനത്തിൻ്റെ എൻ്റെ പേരെന്താ ഈ കുട്ടിക്ക് പോലും അറിയില്ല. പണ്ട് മുളകും ഇതൊക്കെ അരിച്ചിരുന്നു. ആ ചതുക്കൽ വര. ആ അതിൻ്റെ കമ്പാണ് നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെന്താ പിന്നെ അതേ ഉള്ളൂ ഗൈസ്. എ സ്മോൾ ഹൗസ് ബട്ട് വിത്ത് ഫുൾ ഓഫ് ഹാപ്പിനെസ്. പിന്നെ ഇവിടെ മീനുണ്ട്, ഷാർക്ക്. കിണറ്റിലെല്ലാം ഉണ്ട്. മൃഗാദികളോടൊക്കെ ഭയങ്കര പെറ്റിനോടൊക്കെ താല്പര്യമുള്ള എൻ്റെ വരി. ഒന്നിനെ പിടിച്ച് അമ്മ ഇതാണ് ഇവിടുത്തെ ഷാർക്കാട്ടോ. പൈസ ഉണ്ട് കേട്ടോ, പൈസ ഉണ്ട് കാണിച്ചു. 500 രൂപ കേട്ടോ. 500. ഇത് നിന്റെ പരിചയപ്പെട്ട ഇതെന്റെ അമ്മ, ഇത് ആശ്രി, ഇത് എന്റെ അമ്മ, ഇത് ഞാൻ റോട്ടിലേക്ക് പോകാം. ഇത് സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ പോവാനൊന്നും പാടില്ല. നമ്മളെ കുഞ്ഞു കുട്ടികളാണ്. ചിന്ന കുളന്ത ഹേന, ചിന്ന കുളന്തയോ ചിന്ന കുളന്ത തമിഴിൽ വിളിക്കുന്ന അറിയില്ല, പറയില്ല. ഓക്കെ, ഇനി നമുക്ക് റോട്ടിക്ക് ഇറക്കാം. ഞങ്ങൾ എന്തിനാണ് വന്നത്? വീട്ടിലെന്തിനാ വന്നേ? ഞങ്ങളെ വീട്ടിലേക്ക് വന്നത് വിഷുവാണല്ലോ. സോ ഞങ്ങൾ ആഘോഷിക്കാൻ വന്നതാണ്. നമുക്ക് കണി കാണിച്ചു കൊടുക്കണ്ടേ? നമുക്ക് കണി പോയി കാണാം. അതാണ് എൻ്റെ യൂട്യൂബിലെ എഡിറ്റർ. ഇതാണ് കണി. നല്ല ഉടുപ്പൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാരുടെ ഡെക്കറേഷനാണ്? നല്ല രസമുള്ള